ഇന്ന് നമുക്ക് അങ്ങോട്ടൊരു മന്തി ആയാലോ. അപ്പോൾ പരിപാടിയിൽ കേൾക്കാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്നൊരു പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാറി കഴിഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ആ പൊടി 2 ടീസ്പൂൺ ഒന്ന് ചേർക്കാം. അതിക്ക് പകുതി മാഗി ക്യൂബ്, അതുപോലെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, അതുപോലെ കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഇത് കുറച്ച് മസാല നമ്മൾ മാറ്റിയെടുക്കുക. പിന്നെ ബാക്കി ചിക്കനൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ആ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യണത്. അപ്പോൾ ഇതാ വേവിച്ചിട്ട് ഇങ്ങനെയായി. ഇനി ബാക്കി നമ്മൾ മാറ്റി വെച്ച മസാല ഇതൊന്നും കൂടി തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് റൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് അളവ് കാര്യങ്ങളൊന്നുമില്ല, എൻ്റേതായ തട്ടിക്കൂട്ടി മന്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ വെള്ളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ എടുത്തില്ലേ, ആ വെള്ളം കേട്ടോ. ഇനി അതിക്ക് റൈസ് ഇടാം, അതുപോലെ ഉപ്പും പിന്നെ നാരങ്ങ ഒഴിക്കുക. പിന്നെ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. പിന്നെ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ്ട് ഒഴിക്കുക കേട്ടോ. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് ചേർത്തില്ല. അങ്ങനെ എന്താ നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമ്മുടെ സംഭവം എന്തായാലും മന്തി അങ്ങനെ സെറ്റ് ആയിട്ടോ. ഇനി മന്തിയുടെ മെയിൻ സംഭവം തക്കാളി ചട്നി, അതുപോലെ കുറച്ച് മയണൈസ് കൊണ്ട് ഒഴിക്കുക. പിന്നെ ഒരു ചിക്കൻ്റെ പീസും വെച്ചൊരു പിടി പിടിച്ചു. എന്തായാലും നമ്മുടെ മന്തി എന്തായാലും കിടിലനായിരുന്നു.